ഗ്രേറ്റ് ബോംബെ സർക്കസ് ഡിസംബർ 15-ന് സമാപിക്കും. ഒരു ദിവസം 2 പ്രദർശനങ്ങളാണുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ത്രസിപ്പിക്കുന്ന ഏതോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസ് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശം അയങ്ങോത്ത് ഡിസംബർ 15-ന് സമാപിക്കുന്നു. ഏതോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം. ഏതോപ്യൻ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്വിമ്മിംഗ് ബീം അക്രോബാറ്റിക്, ഡയാബോളോ, റോളർ ബാലൻസ്, ക്ലബ്സ് ജഗ്ഗിംഗ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. മലർന്നു കിടന്ന ഉയർത്തിപ്പിടിച്ച കാൽപാദത്തിൽ ഘടിപ്പിച്ച സ്റ്റാൻഡിലെ തട്ടുകളിലേക്കും അവിടുന്ന് ബാസ്ക്കറ്റിലേക്കും നേപ്പാളിക്കാരി കൂനം ലാമ പന്തുകൾ തട്ടുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. കാണികളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മണിപ്പൂരി കലാകാരന്മാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മറ്റൊരു പ്രധാന ആകർഷണം. സോഡ് ആക്ട്, ഗ്രൂപ്പ് അക്രോബാറ്റിക്, അമേരിക്കൻ ലിംബിംഗ് ബോർഡ്, റഷ്യൻ സ്പൈഡറിംഗ്, റഷ്യൻ ഡബിൾ ക്രൗൺ ഐറ്റം, റഷ്യൻ വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ്, റഷ്യൻ ക്രൗൺ സ്കിപ്പിംഗ്, റഷ്യൻ കാൻഡിൽ ബോൺലെസ് ഐറ്റം എന്നിവ ഇതിൽ ചിലതു മാത്രമാണ്. അപ്പം ഈ സർക്കസിന്റെ നമ്മൾ കണ്ടെടുത്തോളം ഈ ഒരു 2 ആഴ്ച പ്രദർശനത്തിൽ വലിയൊരു മോശമില്ലാത്ത നല്ല പ്രതികരണം ഉണ്ടായത്. പക്ഷെ നമുക്ക് ഉച്ചക്ക് 1 മണിയുടെ ഷോന് ആൾക്കാർ തീരെ ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ആൾക്കാർ വളരെ കുറവായിരുന്നു. ആ ഒരു കാരണത്താൽ നമ്മൾ 1 മണിയുടെ ഷോ നിർത്തിയിരുന്നു. ഇപ്പൊ 4 മണിക്കും 7 മണിക്കും മാത്രമേ ഷോ ഉള്ളൂ. 1 മണിന്റെ ഷോ നിർത്തി വെച്ചു. അതിനിപ്പം സ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം 4 മണി 7 മണിയാണ് ഷോ ഉണ്ടാവുന്നത്. കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന വിവിധ ഇനങ്ങളും സർക്കസ് കലാകാരന്മാർ അവതരിപ്പിക്കുന്നു. ഗ്രേറ്റ് ബോംബെ സർക്കസിൽ 300ഓളം ജീവനക്കാരിൽ 100-ൽ പരം പേർ സർക്കസ് കലാകാരന്മാരാണ്. ദിവസേന 2 പ്രദർശനമാണുള്ളത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മീഡിയ കോർഡിനേറ്റർ ശ്രീഹരിയും സർക്കസ് താരങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.